ഹായ് മക്കളെ, എടാ ഈ ഒരു വീഡിയോ തന്നെ ജസ്റ്റ് നിങ്ങളൊരു ഓണപ്പരീക്ഷയ്ക്ക് ഇനിയുള്ള പരീക്ഷകൾക്ക് നല്ല മാർക്ക് എങ്ങനെ വാങ്ങാമെന്ന രീതിയിൽ മാത്രം കാണാതെ കുറച്ചും കൂടെ ഒരു ബ്രോഡർ ആസ്പെക്റ്റിലൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതായത് നമ്മുടെ ലക്ഷ്യം ശരിക്കും ഓണപ്പരീക്ഷ മാത്രമാണോ? അല്ലല്ലോ, ഓണപ്പരീക്ഷ ശരിക്കും ഒരു തുടക്കം മാത്രമാണ്. അല്ലെ നമ്മളെ വലിയ ലക്ഷ്യത്തിലെ ഒരു വളരെ 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 ചെറിയൊരു പോയിന്റ് മാത്രമാണല്ലേ ഓണപ്പരീക്ഷ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് +1 നഷ്ടപ്പെട്ട മാർക്കുകൾ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്റ്റിലെങ്കിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വഴി എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ആ 3 സബ്ജക്റ്റിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. പിന്നെ ക്രിസ്മസ് എക്സാമും അതിനുശേഷമുള്ള ലാബ് എക്സാമും മോഡൽ എക്സാമും ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് +2 ഫൈനൽ എക്സാമിൽ മൊത്തം 680 ഒരു 670 മുകളിലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് വാങ്ങണം. പിന്നെ എന്താണ്, ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാകണം. ആൻഡ് ആ ഒരു മനക്കരുത്ത് വഴി ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജ്, അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ആർട്സ് ആൻഡ് സയൻസ് ആയിക്കോട്ടെ, മറ്റേതാണെങ്കിലും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നമ്മൾ പഠിക്കും. ആൻഡ് മെല്ലെ മെല്ലെ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. ആൻഡ് അതിൻ്റെ ഒക്കെ ഒരു തുടക്കമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെ കാണുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അതായത് സക്സസ്ഫുൾ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ളൂ. മെയിൻലി എന്താണ്, അവർക്ക് ആ ഒരു ഡ്രൈവ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഡ്രൈവ് ഉണ്ടാക്കലാണ് ശരിക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ കാണാം. അതായത് ഓണപ്പരീക്ഷ ഇസ് എ വെരി സ്മോൾ ചലഞ്ച്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ടൈം ടേബിളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇന്ന് ഞാൻ വെള്ളിയാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ശനിയും ഞായറും നിങ്ങൾക്ക് അവധിയാണ്. അതിനുശേഷം തിങ്കളാഴ്ച നിങ്ങൾക്ക് ബയോളജി അല്ലെങ്കിൽ CS ആണ് എക്സാം. തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ടഫുള്ള ഫിസിക്സ് എക്സാം ഉണ്ട്. ആൻഡ് കെമിസ്ട്രിക്ക് മുന്നേ ശരിക്കും എന്താണ്, നമുക്ക് ഒരു ദിവസത്തെ അവധിയുണ്ട്. അതിനുശേഷമാണ് കെമിസ്ട്രി എക്സാം. ആൻഡ് നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂളൊന്നും ഒത്തിരി പാഠങ്ങൾ, എന്തായാലും ഫുൾ പാഠമൊന്നുമില്ലല്ലോ, ഒത്തിരി പാഠങ്ങളൊന്നുമില്ല. മാക്സിമം ഒരു എന്താ പറയുക 1/3 നിങ്ങൾ സ്കൂളൊക്കെ ടോപ്പിക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊണ്ട് ബയോളജി അല്ലെങ്കിൽ CS-ഉം അതേപോലെ തന്നെ എന്താണ് ഫിസിക്സും നിങ്ങൾക്ക് ഒരു റൗണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. അതിനുശേഷം ഈ പരീക്ഷയുടെ തലേന്നത്തെ ലൈവുകൾ കാണലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റിവൈസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന മുഴുവൻ പോർഷൻസും നല്ല രീതിയിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ആൻഡ് കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യും, ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഫിസിക്സ് എക്സാം കഴിഞ്ഞ മുതൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ കെമിസ്ട്രി നമുക്ക് പൂർണ്ണമായിട്ടും തീർക്കാം. ആൻഡ് ഇത് ഇങ്ങനെ നമ്മൾ തീർത്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ മൊത്തം 14, 15, 16 സബ്ജക്റ്റിനനുസരിച്ച് ഉള്ള ചാപ്റ്റേഴ്സ് എന്താണ് കുറേ, അതിലൊരു 5-6 നിങ്ങൾക്ക് പെർമനൻ്റ്ലി ടിക്ക് കിട്ടാൻ പറ്റും. പിന്നെ അത് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഇതാണ് ഓരോ ഓപ്ഷൻ, എന്ത് വൃത്തിയിൽ ചെയ്യാന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് എന്താ, ഇതൊന്നും നോക്കണ്ട. ഇപ്പം എന്താണ്, തിങ്കളാഴ്ച രാവിലെ ബയോളജി ആണെന്ന് മനസ്സിലാകുമ്പോൾ ഞായറാഴ്ച രാത്രി ഒരു അന്താളിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു അങ്കലാപ്പുണ്ട്. അന്നേരം പോയിട്ട് ലൈവ് കാണുക, തട്ടിക്കൂട്ടി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് അതേപോലെ വരുന്നതൊക്കെ എഴുതുക, വരുന്നാത്തത് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിനും നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശനിയും ഞായറും ഉണ്ട്, അതൊന്ന് സീരിയസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ സീരിയസ് ആയിട്ട് നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഓണപ്പരീക്ഷ മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സാധനത്തിനും നമുക്ക് ആ ഒരു കിക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ട്രിഗർ കിട്ടും അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സാറേ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച മാക്സിമം നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് നമ്മൾ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ, ഞങ്ങൾക്ക് ശരിക്കും ഇന്ന് രാത്രി ഒന്നും ക്ലാസ് തരേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് തീർക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുക. അതായത് ബയോളജിയുടെ കേസിൽ ഇന്ന് രാത്രി ബോട്ടണിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാരത്തോൺ ഉണ്ടാവും. നമ്മുടെ അഖിൽ സാറും അതേപോലെ തന്നെ നമുക്ക് അസ്ലക് സാറും കയറും. അസ്ലക് സാറെ ക്ലാസ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നാളെ സുവോളജിയുടെ മാരത്തോൺ ഉണ്ട്. അപ്പം ഈ മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ പാഠം പഠിപ്പിച്ചിരും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠം ഏകദേശം റെഡി ആയിരിക്കും. അതിനുശേഷം ഞായറാഴ്ച നമ്മൾ എന്താണ് പ്രഡിക്ഷൻ 60യും അതേപോലെ തന്നെ മൺഡേ മോർണിംഗിൽ റോക്കറ്റ് റിവിഷനുമായിട്ട് എന്ത് ചെയ്യും, ആ ബയോളജി നമ്മൾ തീർക്കും. ഇനി CS-ൻ്റെ കേസിൽ ജസീം സർ പറഞ്ഞത്
ഓരെന്ത് ചെയ്തോട്ടെ ഫിസിക്സ് പഠിച്ചോട്ടെ, ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെ മാത്രം മതി. CS-ൻ്റെ കേസിൽ ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെ മാത്രമായിട്ട് മൂപ്പര് വൃത്തിയിൽ എന്ത് തരും, നിങ്ങൾക്ക് മൊത്തം തീർത്തിരുന്നതാണ്. ഫുൾ പോർഷൻ 2 മണിക്കൂറിൽ തീർക്കുന്ന മനുഷ്യൻ. അപ്പം എന്താ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ദിവസങ്ങൾ തീർക്കാൻ പറ്റും. ഇനി ഫിസിക്സിൻ്റെ കേസോ, ഫിസിക്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശനിയാഴ്ച രാവിലെ കറണ്ട് ഇലക്ട്രിസിറ്റി 9 മണിക്ക്, അത് നമ്മുടെ ഒരു സ്പെഷ്യൽ സാറാണ്, അതായത് നമ്മളെ നീറ്റ് ബാച്ചുകളിൽ മാത്രം എടുക്കുന്ന സാറാണ്, ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, മാക്സിമം ഫാക്കൽറ്റീസ് മാക്സിമം കുട്ടികളെ കൊണ്ട് ജസ്റ്റ് വരിക. സാറെ ക്ലാസ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി മാത്രം രാവിലെ 9 മണിക്കും ആൻഡ് ബാക്കിയുള്ള ഫിസിക്സ് പോർഷൻ ഉച്ചയ്ക്ക് 2 മണിക്കുമായിട്ട് നമ്മൾ തീർക്കും. അതായത് ഈ ശനിയാഴ്ച പകലോടുകൂടി എന്ത് ചെയ്യും, നിങ്ങളുടെ ഫിസിക്സ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതിനുശേഷം ബയോളജി എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെ പ്രഡിക്ഷൻ 60യും അതേപോലെ തന്നെ റോക്കറ്റ് റിവിഷനും യഥാക്രമം തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെ ആയിട്ടുണ്ടാവും. ഓക്കെ റൈറ്റ്. ആൻഡ് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കെമിസ്ട്രിയുടെ കാര്യം നമ്മൾ തുടങ്ങും. ആൻഡ് അങ്ങനെ നമ്മൾ കെമിസ്ട്രിയും കൂടെ പഠിച്ചിട്ട് നമ്മളെന്താ ഓണപരീക്ഷയോട് കൂടി ഈ ടോപ്പിക്കുകൾ തട്ടിക്കൂട്ടാതെ നല്ല വൃത്തിയിൽ പഠിക്കും. അങ്ങനെ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓണപരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, +1 ഇമ്പ്രൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്യാം. ക്രിസ്മസ് അടുക്കുമ്പോഴത്തേക്ക് അത് തീർത്തിട്ട് വീണ്ടും ക്രിസ്മസ് എക്സാമിൻ്റെ പഠിക്കാം. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇതൊക്കെ തുടങ്ങണമെങ്കിൽ, കാരണം ഓണപരീക്ഷ ഞാൻ സ്റ്റഡി പ്ലാനൊക്കെ വരും, അതൊക്കെ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ആവേശം വേണം, നിങ്ങൾക്കുള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആൻഡ് വീണ്ടും ഞാൻ പറയാണ്, 30ഓ 35ഓ വയസ്സുള്ള ഭാവിയിൽ നിങ്ങൾ ഇന്നത്തെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കാൻ, മോനെ ഒന്ന് സീരിയസ് ആവ് എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യുക, ഇതിനെ കാണുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഇന്ന് രാത്രി മുതൽ നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം, മര്യാദയ്ക്ക് പഠിക്കണം. നമുക്കെന്താണ് ലൈഫിൽ രക്ഷപ്പെടണം. എന്നെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരു 10ഓ 20ഓ വർഷം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോൾ, സാർ അന്നത്തെ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു, ഇപ്പം ഞാൻ ഇന്ന പൊസിഷനിലാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ, ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ലൈവിൻ്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുക. നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അലാറം വെച്ചിട്ട് നോട്ട് ചെയ്ത് എഴുന്നേറ്റിട്ട് വാടാ, അതല്ലേ രസം. ഓക്കെ, അപ്പം ശരി, കാണാം.